അമേരിക്കയുടെ ഏതൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാലും വിത്തിൻ 20 മിനിറ്റ്സിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കും. അത് ഇറാൻ തിരിച്ചടിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഒന്ന് ഇസ്രായേലിലോട്ടായിരിക്കും, പിന്നെ വരുന്നതെല്ലാം അൽ-ഉദൈദിലോട്ടും അതുപോലെ തന്നെ ബഹ്റൈൻ്റെ ബേസിലോട്ടും പിന്നെ സൗദി ബേസുകളിലോട്ടും ആയിരിക്കും. ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അമേരിക്കൻ പട്ടാളക്കാർക്ക് ലാസ്റ്റ് സപ്പർ ഒരുക്കി എന്നുള്ളൊരു ന്യൂസ് പുറത്തോട്ട് വരുന്നുണ്ട്. നോർമലി ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ലാസ്റ്റ് സപ്പർ എന്നും പറഞ്ഞിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഈ പറഞ്ഞ യുദ്ധത്തിലോട്ട് പുറപ്പെടുന്ന പട്ടാളക്കാർക്ക് ഒരു സപ്പർ ഒരുക്കാറുണ്ട്. അതിൽ ലോബ്സ്റ്റർ, സ്ക്വിഡ്, ചെമ്മീൻ, പിന്നെന്താ പറയുക, ഇത്തരത്തിലുള്ള കുറേ സീ ഫുഡ് ഐറ്റങ്ങളൊക്കെ നിറച്ചിട്ട് ഒരു ഹെവി സപ്പറാണ് കൊടുക്കാറ് എന്നുള്ള ഒരു പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇന്നലത്തെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ സപ്പർ അത്തരത്തിലായിരുന്നു. അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഒരുക്കിയത്. ഇത് യുദ്ധത്തിനുള്ള മുന്നോടിയാണ് എന്നാണ് ചില ആളുകൾ, ചില യുദ്ധ വിദഗ്ധരും അല്ലെങ്കിൽ അമേരിക്കയിലെ മുൻ യുദ്ധം ചെയ്തിട്ടുള്ള പല റിട്ടയർഡ് നേവി അല്ലെങ്കിൽ ഈ പട്ടാളക്കാരിപ്പം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് നടന്നിട്ടുള്ളത് ഇന്നലെ പ്രത്യേക ഭക്ഷണം ഒരുക്കിയിട്ടുള്ള ജോർദാനിലെയും അതുപോലെ തന്നെ മറ്റ് US ബേസുകളിലെ പട്ടാളക്കാർക്കാണ് ഇത്തരത്തിലുള്ള സ്റ്റേക്കുകളും അതുപോലെ ലോബ്സ്റ്റേഴ്സ്, ക്രാബ് ലെഗ്, പൈ എന്നീ തുടങ്ങിയിട്ടുള്ള ഗംഭീര ഭക്ഷണം വിളമ്പിയതായിട്ട് സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ട് ഇത് വന്നിട്ടുള്ളത്. അതായത് ലാസ്റ്റ് സപ്പർ, അവസാന അത്താഴം എന്ന് പറഞ്ഞ് സാധാരണയായി വലിയ യുദ്ധ നീക്കങ്ങൾക്കോ യുദ്ധത്തിനോ തൊട്ടു മുൻപാണ് അമേരിക്കൻ സൈനികർക്ക് ഇത്തരത്തിലുള്ള ആഡംബര ഭക്ഷണം നൽകുന്നത്. അതിനാൽ ഇത് ഇറാന് മേൽ വരാനിരിക്കുന്ന ആക്രമണത്തിന് മുന്നാടിയായിട്ടുള്ള അവസാന അത്താഴം ആണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവെ സംസാരിക്കുന്നത്. അതായത് ഇത്തരം പോസ്റ്റുകളുടെ താഴെ വരുന്ന എന്താ പറയുക കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആരംഭിച്ചു, അല്ലെങ്കിൽ അറിയാമായിരിക്കുമല്ലോ, ഇത്തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ചില പോസ്റ്റുകളാണ് വരുന്നത്. IYKYK എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് ഫോമുകൾ വരുന്നത്. ഇത്തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള അടിക്കുറിപ്പുകൾ കൂടുതൽ ഇട്ടിട്ടുള്ളത് മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാരും ആണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് മുൻ സൈനികർ ഇത് റീപോസ്റ്റ് ദൃശ്യങ്ങൾ വീണ്ടും പങ്കുവെച്ചിട്ടുമുണ്ട്. അപ്പം ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കറക്റ്റായിട്ട് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പല പോസ്റ്റുകൾ കാണുമ്പോൾ ആളുകൾ അതിനെ കണക്ട് ചെയ്യുന്നതാണ്. ഇനി അതല്ല ഇതൊരു വീക്കെൻഡിൽ വല്ല സ്പെഷ്യൽ ഇതുള്ളത് കൊണ്ട് കൊടുത്തതാണോ എന്ന് ചില ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും നല്ലതിനാണെങ്കിലും ചീത്തനാണെങ്കിലും യുദ്ധത്തിലോട്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇത് മാത്രമല്ല, ഇന്നലെ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്നലെ നമ്മൾ വേറെ അപ്ഡേറ്റുകളൊന്നും ഒരുപാട് ഇട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ നടന്നിട്ടുള്ള വേറെ ചില അതായത് നമുക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് 10 മുതൽ 15 ദിവസം വരെയാണ് ഇറാന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പുതുതായിട്ട് കൊണ്ടുവരുന്ന ഡീലിൽ സൈൻ ചെയ്യാൻ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീലിലോട്ട് ആഡ് ചെയ്യേണ്ട പല പോയിന്റുകളും ഇപ്പോഴും അതിലൊരു അവ്യക്തത വരുന്നുണ്ട്. അത് ഇതുവരെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഇതുവരെ ഈ ഒരു ഡീലിലോട്ട് എത്തിച്ചിട്ടില്ല. അപ്പം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഇന്നലെ അമേരിക്കൻ്റെ കോടതികൾ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ ട്രംപിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു അടി വന്നിട്ടുണ്ട് തീരുവയുടെ കാര്യത്തിൽ. അപ്പം ഇതൊക്കെ മറച്ചു നിൽക്കാനും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ തൽക്കാലം ഒരു രക്ഷ നേടാനും യുദ്ധം അല്ലെങ്കിൽ ആ രീതിയിലോട്ട് ട്രംപ് ഏത് നേരം ഒരു ആക്രമണത്തിന് മുതിരും എന്നാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്കയുടെ പ്രധാന ബേസുകളായിട്ടുള്ള അൽ-ഉദൈദ് ബേസിൽ നിന്നും അതുപോലെ തന്നെ സൗദിയുടെ ബേസിൽ നിന്നൊക്കെ ഒരുപാട് സൈനികരെ മാറ്റിയിട്ടുണ്ട്. അത് ഇന്നലെയാണ്, അതായത് ഇന്നിപ്പോൾ 22-ാം തീയതി അല്ലേ, 21-ാം തീയതി ഒരുപാട് സൈനികരെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വൻതോതിൽ സൈനികരെ മാറ്റിയിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്ന് 100 കണക്കിന് സൈനികരെ പിൻവലിച്ചിട്ടുണ്ട്, അൽ-ഉദൈദിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ്റെ ഒരു അതായത് അമേരിക്ക എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകും. അത് ഈ സ്ഥലങ്ങളിലായിരിക്കും ഫസ്റ്റ് ആക്രമിക്കുക എന്നുള്ളൊരു ഉറപ്പ് അമേരിക്കയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് എന്നാണ് ഇന്നലെയാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ പറയുന്നത്. അത് മാത്രമല്ല, ഇറാൻ്റെ യുദ്ധതന്ത്രം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അത് വ്യക്തമായിട്ടുണ്ട് എല്ലാവർക്കും. അതായത് അമേരിക്ക ഒരു നീക്കം കഴിഞ്ഞാൽ, അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 20 മിനിറ്റിൽ
അതായത് അമേരിക്കയുടെ ഏതൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാലും വിത്തിൻ 20 മിനിറ്റ്സിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കും. അത് ഇറാൻ തിരിച്ചടിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഒന്ന് ഇസ്രായേലിലോട്ടായിരിക്കും, പിന്നെ വരുന്നതെല്ലാം അൽ-ഉദൈദിലോട്ടും അതുപോലെ തന്നെ ബഹ്റൈൻ്റെ ബേസിലോട്ടും പിന്നെ സൗദി ബേസുകളിലോട്ടും ആയിരിക്കും. പിന്നെ UAE വരുന്നുണ്ട്, ജോർദാൻ വരുന്നുണ്ട്, എല്ലാവരും ബാക്ക് ടു ബാക്ക് വരുന്നത്. അപ്പം 20 മിനിറ്റാണ് ഇറാൻ ഇതിനെടുക്കാൻ പോകുന്നത്. ഇതാണ് ഇറാൻ്റെ യുദ്ധതന്ത്രം. അതുമാത്രമല്ല ഈ ഒരു സമയം കൊണ്ട് ഇറാൻ ചെയ്യാൻ പോകുന്നത് ഡ്രോണുകളുടെ കൂട്ടത്തോടെ ഡ്രോണുകളെ വിടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടമായിട്ട് മിസൈലുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ, വിത്തിൻ 20 to 30 മിനിറ്റ്സിൽ ഇറാൻ വിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇത് അമേരിക്കയുടെ പെട്ടെന്നുള്ള ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തിനെയും തളർത്താൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണം പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇനി അതുമാത്രമല്ല 2 to 3 days, ഈ 2 to 3 ഡേയ്സിൽ തന്നെ മിക്കവാറും ഈ ആണവ കരാറിൻ്റെ ഡ്രാഫ്റ്റ് മേക്ക് ചെയ്യും. അതിൽ വിത്തിൻ 2 to 3 ഡേയ്സിൽ ഇറാനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നടന്നിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ 2 to 3 ഡേയ്സിൽ ആക്രമണം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലാസ്റ്റ് സപ്പർ പോലത്തെ അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളക്കാരെ അവിടുന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പല വിദഗ്ധരും ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മറ്റ് പല രാജ്യങ്ങളുടെ നിലപാടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് സെർബിയ, നോർവേ, പോളണ്ട്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോടും സൈനികരോടും ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇറാനിൽ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ എന്താ പറയുക പൗരന്മാരും ബാക്കി ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് യുദ്ധം ഉടൻ ഉണ്ടായേക്കാം എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ആഭ്യന്തര സമ്മർദ്ദം, അമേരിക്കയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ട്രംപിനെതിരെ അമേരിക്കൻ കോടതി തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ ഇറാനെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇവരോടൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ആളാണ് ട്രംപ്. ഈ സുപ്രീം കോടതിയിലെ ചില വിധികൾ വന്നിട്ടുണ്ട്. അത് ട്രംപിൻ്റെ അധികാര പരിധിക്ക് കോട്ടം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപ് ഒരു ആക്രമണത്തിന് മുതിരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ് ഈ സമയത്ത്. ചുരുക്കത്തിൽ അമേരിക്കൻ സൈന്യം തങ്ങളുടെ ആളുകളെ സുരക്ഷിതമായിട്ടുള്ള പല സ്ഥാനത്തോട് മാറ്റിക്കഴിഞ്ഞു. ഇനി ബാക്കി അമേരിക്ക ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള മിസൈൽ സിസ്റ്റം അമേരിക്ക ഈ പറഞ്ഞ USS എബ്രഹാം ലിങ്കണിലും അതുപോലെ തന്നെ ജെറാൾഡ് R. ഫോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ ഒരു യെസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം, ബാക്കിയുള്ള സൈന്യം അവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ സ്ഥാനത്ത് ഇറാൻ അതേ നാണയത്തിൽ തന്നെ മറുപടി ഇറാനും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഈവൻ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇറാൻ്റെ പ്രതിനിധിയായിട്ട് ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ ഒരു ചർച്ച ചെയ്തിരുന്നു. അതിൽ ഖത്തറിനോടും ഇപ്പം ഇറാൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ സംസാരം കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചയൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അമേരിക്കയായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഏതൊരു ആക്രമണം ഉണ്ടായാലും ഞങ്ങൾ തിരിച്ചടിക്കും. വേറെ അതിലൊന്നുമില്ല. ആരുടെ മുമ്പിലും മുട്ടുകുത്താനോ തലവനിക്കാനോ ഞങ്ങൾ വരുന്നില്ല. ചർച്ചകളൊക്കെ ഞങ്ങളും കൂടെ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ റെഡിയാണ്. പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റുകയാണെങ്കിൽ മാത്രം, അതല്ലാത്ത ഒരു തരത്തിലുള്ള മുട്ടുകുത്തലുകളോ അല്ലെങ്കിൽ അതല്ലാത്ത ഒരു സമവായ ചർച്ചകളൊന്നും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഉത്തരം ഇവർക്ക് എല്ലാവർക്കും കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടായെങ്കിൽ തന്നെ ട്രംപിൻ്റെ സൈഡിൽ നിന്ന് ഒരു പരിമിതപ്പെട്ട ഒരു യുദ്ധമായിരിക്കും, ഒരു കംപ്ലീറ്റ് വാറിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതായത് ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാം, അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിമിതമായിട്ടുള്ള ആക്രമണം നടത്തുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ആലോചനയാണ്. ഒരു നല്ല കരാറിൽ ഒപ്പിടാൻ ഇറാൻ 10 മുതൽ 15 ദിവസം വരെ മാത്രമേ സമയമുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് ആണവ നിലയങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖാംനേനെ വധിക്കുക അല്ലെങ്കിൽ ഖാംനയുടെ കൂട്ടക്കാരെ വധിക്കുക, ഇത്തരം ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം അമേരിക്ക ഒരു യുദ്ധം തീരുമാനങ്ങൾ പുറപ്പാടുകൾ ചെയ്യുന്നത് എന്ന് ഒരു അമേരിക്കയുടെ പരിഗണനയിൽ വിടുന്നു എന്നുള്ള ചില ന്യൂസുകളും പുറത്തോട്ട് വരുന്നു. അതായത് അമേരിക്കൻ സൈന്യം ഒരു വശത്ത് ചർച്ചകൾക്ക് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേ സമയത്ത് ഇത്തരത്തിലുള്ള പരിമിതങ്ങളായിട്ടുള്ള ആക്രമണം അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഉണ്ടായേക്കാം എന്നും ചില ന്യൂസുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിനുള്ളൊരു എന്താ പറയുക ഒരു റിസൾട്ട് വരും. യുദ്ധമാണെങ്കിൽ യുദ്ധം, അതല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്കേതായാലും കാത്തിരുന്നിട്ട് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ